ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന, മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്ന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകൾ നമ്മുടെ മക്കളിലേക്ക് ആയി നിറക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഹബീബായ തങ്ങളെ ടച്ച് ചെയ്യിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പരമ്പരകളുടെ ജീവിതത്തെയും മാറ്റിയെടുക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മസ്ജിദും നമ്മുടെ മദ്രസയും മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. അതല്ലാതെ നമുക്ക് വേറൊരു ലാഭവും ഇതിനില്ല. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ നമ്മളാരും ധാരാളമായി ഉണ്ടാക്കി ഒന്നും നേടുന്നില്ല. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു ഉമ്മത്തായി അല്ലാഹു എന്നെ മാറ്റിയല്ലോ. ഇനി പരിശുദ്ധമായ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തി ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ഏറ്റവും വലിയ നന്മകളിൽ ഒന്ന് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഉസ്താദുമാരെയും ഇതുപോലെ പ്രവർത്തിക്കുന്ന പല ഭാരവാഹികളെയും ഒരു നിലക്കും പിന്തിരിപ്പിക്കാതെ മുന്നോട്ട് ഗമിപ്പിക്കുന്ന ആദർശം ഇതായതുകൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷവേളയാണ് റബീഉൽ അവ്വൽ എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാത്ത ഒരു മുഅ്മിനും ലോകത്തുണ്ടാവില്ല. അങ്ങനെ സന്തോഷിക്കരുതെന്ന് ചിന്തിക്കുന്നവൻ ഈമാനിന്റെ പുറത്തേക്ക് തെറിക്കപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഈമാനിന്റെ പുറത്തേക്ക് അവനെ തള്ളപ്പെടുത്തി മാറ്റി നിർത്തേണ്ടി വരും, സംശയമില്ല. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഗൾഫ് നാടുകളിൽ ഗവൺമെന്റ് തലത്തിലായി നടക്കുന്ന മീലാദു ഷരീഫിന്റെ വലിയ വലിയ പ്രോഗ്രാമുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യാ റബ്ബു യാ അല്ലാഹ്, മക്കയിലും മദീനയിലുമൊക്കെ 365 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാ ദിവസവും മജ്‌ലിസുകൾ നടന്ന് നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മജ്‌ലിസുകൾ ഇന്നും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ തവണയും നമ്മൾ അവിടെ പോകുമ്പോൾ അറബികളുടെ മജ്‌ലിസിൽ എത്രയോ പങ്കെടുക്കാനുള്ള അവസരം നമുക്കും ലഭിക്കുന്നുണ്ട്. ഓരോ വലിയ വലിയ അറബികളുടെ മുത്തവയുടെ വീട്ടില് ചൊവ്വാഴ്ച ഇന്ന മുത്തവയുടെ വീട്ടിലാണ് എല്ലാ ചൊവ്വാഴ്ചയും. ശനിയാഴ്ച ജമല്ലയിൽ തങ്ങൾ എന്നറിയപ്പെടുന്ന അവിടെ മക്കയിലുണ്ടായിരുന്ന മുൻ IG, ആ IG ഇപ്പോൾ റിട്ടയർഡ് ആണ്, അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ശനിയാഴ്ച നടക്കുന്ന വലിയ മജ്‌ലിസ്. അവിടെയെല്ലാം ഉള്ളത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാകുന്ന ബുർദ ബൈത്ത്. ആ ബൈത്തൊക്കെ സന്തോഷത്തോടെ ചൊല്ലി തീർക്കുകയാ, പൂർണ്ണമായും ചൊല്ലുകയാ, ഖസീദത്തുൽ മുളിരിയ ചൊല്ലുകയാ. അങ്ങനെ ധാരാളം ബൈത്തുകളും ദിക്റുകളും ചൊല്ലി ഉള്ള സദസ്സുകൾ ആഴ്ച തോറും അവിടെ നടക്കുകയാ. ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഈ മഹബ്ബത്തിന്റെ ലോകം ഒരു മനുഷ്യന് തുറക്കുന്നില്ലെങ്കിൽ അവൻ പരാജയത്തിന്റെ പടുക്കുഴിയിലാണ്, ഒരു സംശയവും ഇല്ല. മഹബ്ബത്തിന്റെ കവാടം തുറന്നുവോ, ഹബീബായ തങ്ങളുമായിട്ടുള്ള മഹബ്ബത്തിന്റെ കവാടം അത് തുറക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവൻ വിജയത്തിന്റെ വഴിയിലാണ്. ബിലാ ശക്കും വലാ റൈബ്, ഒരു സംശയവും അതിലില്ല. കാരണം എന്താ, ലോകത്തെ സകലമാന മഹാന്മാരും സകലമാന ഔലിയാക്കന്മാരും ഈ വിഷയത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾക്ക് കാണാം, ഔലിയാക്കന്മാരുടെ രാജാവായി ലോകം മുഴുവനും അംഗീകരിച്ച ആളാണല്ലോ സയ്യിദി അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകൾ പറയുന്നത് കേൾക്കാം, ബഹുമാനപ്പെട്ടവരുടെ വാക്കുകൾ അവിടെ ശിഷ്യന്മാരിലൂടെ കിതാബുകളിലൂടെ നമുക്ക് കാണാം. അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ബിരുദം ഈ ദുനിയാവിലുണ്ട്. നമുക്കൊക്കെ പല ബിരുദമുണ്ട്, സഖാഫിയാണ്, ലത്തീഫ് സഖാഫിയാണ്, അഹ്സനിയാണ്, അങ്ങനെ പലർക്കും പല ബിരുദങ്ങളുണ്ട്. പക്ഷേ ആ സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ സൈൻ ചെയ്യുന്നത് നമ്മുടെ ഉസ്താദുമാരോ അല്ലെങ്കിൽ ഒരു ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയാ.
നമുക്ക് എഞ്ചിനീയർ ബിരുദം കിട്ടിയാലും, ഇനി എല്ലാ അഭ്യാസത്തിലുള്ള ബിരുദം കിട്ടിയാലും, ഏത് ബിരുദം കിട്ടിയാലും അതിന്റെ എല്ലാം ബിരുദം കൊടുക്കുന്ന ആള് നമ്മളെപ്പോലത്തെ മനുഷ്യർ തന്നെയാണ്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരടിമക്ക് കൊടുക്കുന്നൊരു ബിരുദമുണ്ട്, അതാണ് വിലായത്തുല്ലാഹ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോളേജിൽ ചേർന്നാൽ വിലായത്ത് എന്ന് പറയുന്ന ബിരുദം കിട്ടുന്നൊരു കോളേജ് നമ്മൾ ആരും കേട്ടിട്ടില്ല. എന്തേ കാരണം? അത് അല്ലാഹു തആല കൊടുക്കേണ്ട ബിരുദമാണ്, അത് അല്ലാഹുമായി അടുക്കുമ്പോൾ കിട്ടുന്ന ബിരുദമാണ്. ആ ബിരുദം കിട്ടിയാൽ നമ്മൾ എത്രയാ നമ്മൾ അവരെ ബഹുമാനിക്കുന്നത്. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ചരിത്ര കാലഘട്ടങ്ങളിൽ നിലക്കാത്ത കറാമത്തുകളുടെ ഒരു വലിയ പരമ്പര തന്നെ സൃഷ്ടിച്ച് കാണിച്ച ബഹുമാനപ്പെട്ടവർ ശൈഖുനാ ഖുത്ബുൽ ആലം സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമേകുകയും ഓരോ ബന്ധപ്പെടുന്ന മുഅ്മിനിക്കും ചുരുങ്ങിയത് ഒരു നേരം ബന്ധപ്പെട്ടാൽ ഒരു കറാമത്ത് എന്ന രീതിയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കറാമത്തുകൾ ഇന്നും ഹയാത്തിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ചരിത്രത്തിൽ കേരളത്തിൽ നൂറ്റാണ്ടിൽ ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ശൈഖുനാ ഖുത്ബുൽ ആലം സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയാണ്. ബഹുമാനപ്പെട്ടവർക്കും കിട്ടിയിട്ടുണ്ട് ബാക്കവി ബിരുദം. അതൊക്കെ കൊടുത്തത് ഒരു മനുഷ്യനാ. എന്നാൽ വിലായത്ത് എന്ന് പറയുന്ന ബിരുദം കിട്ടുന്നത് അത് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനമാണ്. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുന്നത് കാണാം, അല്ലാഹു കൊടുക്കുന്ന ബിരുദം റബ്ബ് തആല കൊടുക്കണമെങ്കിൽ ഒരാൾ എനിക്ക് അല്ല മതി അല്ല മതി അല്ല മതി എന്നുള്ള രീതിയിൽ പോയാൽ അവനിക്ക് അല്ലാഹുവിനെ അറിയാൻ കഴിയൂല. ഒരാൾ അല്ലാഹുവിനെ അറിയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അദ്ദേഹത്തിനിക്ക് റബ്ബിനെ പഠിക്കാനും അറിയാനും കഴിയൂല. ഇല്ലാ ബി മഹബ്ബത്തി റസൂലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന റൂട്ട് തുറക്കാതെ അല്ലാഹുവിനെ അറിയുന്ന റൂട്ട് തുറക്കൂല. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനം പോലെ കിടക്കുന്ന ആത്മീയമായ ലോകമാണിത്. അതേ സമയത്ത് ഒരാൾ മുത്തുനബി തങ്ങൾ അറിയാൻ നടന്നാൽ അവന് ഓട്ടോമാറ്റിക്കലി ഇൻഫിയാലൻ എന്ന അറബിയിൽ പറയും, അവൻ അല്ലാഹുവിനെ അറിഞ്ഞുകൊള്ളും. അത് അല്ലാഹു തആല മുത്തുനബി തങ്ങളിലേക്ക് വെച്ചിട്ടുള്ള വലിയ ഔദാര്യത്തിന്റെ റഹ്മത്തിന്റെ ഒരു കവാടമാണ്. അല്ലാഹുവിനെ അറിയണം എന്ന് ഒരാൾ പോയാൽ ആ മനുഷ്യന് റബ്ബിനെയും അറിയാൻ കഴിയൂല, മുത്തുനബി തങ്ങൾ അറിയാൻ അവനിക്ക് സാധിക്കൂല. മുത്തുനബി തങ്ങളെ സ്നേഹിക്കാൻ ഒരാൾ പോയാൽ ഹബീബായ തങ്ങളോടുള്ള മഹബത്തിലായി അതിന്റെ റൂട്ടിൽ ജീവിക്കാൻ തുടങ്ങിയാൽ അല്ലാഹു തആല റബ്ബിനെ അറിയുന്ന വഴി അല്ലാഹു അങ്ങ് തുറക്കും. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കുന്ന റൂട്ട് തുറക്കാത്ത ഒരാൾക്ക് വിലായത്ത് എന്ന് പറയുന്ന ബിരുദം കിട്ടുകയില്ല. അവിടെ കാണാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും മഹബത്തിന്റെയും വളർച്ചയുടെ കടുപ്പം എത്രയുണ്ടോ അത്രയാണ് ലോക മുഅ്മിനീങ്ങളുടെ ഈമാനിന്റെ വളർച്ചയും അതിന്റെ ക്വാളിറ്റിയും ക്ലാരിറ്റിയും കിടക്കുന്നതെന്ന് ചരിത്രത്തിൽ നമ്മളോട് ഉസ്താദുമാർ ആലിമീങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. എത്രത്തോളം കിടക്കുന്നുണ്ട് ഇസ്ലാമും ഹബീബായ തങ്ങളും തമ്മിലുള്ള ബന്ധം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് പരിശുദ്ധ കലാം ഇറക്കിയത്. അല്ലാഹുവിനെ അറിയുന്ന ഏത് മേഖലയുണ്ടോ അത് മുഴുവനും ഇവിടെ വിതരണം ചെയ്തത് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബി തങ്ങളെ മാറ്റി നിർത്താൻ കഴിയൂല. മാത്രവുമല്ല ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷ ദിവസമാ. നമ്മളുടെ ഉപ്പയുടെ ജന്മദിനത്തെക്കാൾ, മക്കളുടെ ജന്മദിനത്തെക്കാൾ, സ്വന്തം ജന്മദിനത്തെക്കാൾ എന്തിനേറെ ലോകം മുഴുവനും ഉണ്ടായത് തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സബബാണെങ്കിൽ ആ തങ്ങളോടുള്ള മഹബത്തിന് കയ്യും കണക്കും ഉണ്ടാവൂല. ആ രീതിയിൽ ഹബീബായ തങ്ങളെ ഒരാൾ സ്നേഹിക്കാൻ അങ്ങൊരുങ്ങിയാൽ അവനിക്ക് ലഭിക്കാത്ത ബർക്കത്തില്ല. ബക്കറ്റുമായി വരുമ്പോ സാധാരണ പറയേണ്ടതില്ല മീനോപ്പലിക്കാരോട്.
എല്ലാവരും ശബ്ദമില്ലാത്ത സംഖ്യ കൊടുക്കണം എന്നാ പറഞ്ഞു. ശബ്ദമില്ലാത്ത സംഖ്യ ഇന്ന് എല്ലാവരുടെ കയ്യിലുള്ളൂ. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന റൂട്ടാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ വർധനവ്. അതുകൊണ്ട് തന്നെയാണ് ഗതകാല ചരിത്രങ്ങളിലല്ല ഇതുവരെ നമ്മൾ അറിയപ്പെട്ട ഔലിയാക്കന്മാരെ പരിശോധിച്ച് നോക്ക്. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, സയ്യിദി സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, താജുൽ ഔലിയ ശൈഖുൽ മശായിഖ് ശൈഖ് ഇമാം അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു, ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം അശൈഖ് ഇമാമിന ദസൂഖി റളിയല്ലാഹു അൻഹു, സുൽത്താനുൽ ആശിഖീൻ അബുൽ ഹസൻ അലി ശാദുലി റളിയല്ലാഹു അൻഹു, സുൽത്താനുൽ ഹിന്ദ് വസുൽത്താനുനാ ഗരീബുനാ വഗരീബനവാദ് ഖാജ മുഈനുദ്ദീൻ അൽ അജ്മീരി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഔലിയാക്കന്മാരുടെ പരമ്പര മുഴുവൻ നോക്ക് നിങ്ങൾ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മീലാദിൽ സന്തോഷിച്ച, മുത്തുനബി തങ്ങളെ മൗലിദ് ഓതിയ, അവിടുത്തെ മദ്ഹ് പാടിയ, മദ്ഹ് പറഞ്ഞ മഹാന്മാരാണ് മുഴുവൻ ആളുകൾ. നിങ്ങൾ എവിടെങ്കിലും കേട്ടുക്കോ വലിയുല്ലാഹി സലഫീന്ന്? ഖിയാമത്ത് നാൾ വരെ കേൾക്കൂല. അങ്ങനത്തെ ഒരു വിഭാഗത്തിൽ വലായത്ത് എന്ന സംഗതി തന്നെ പഠിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടുക്കോ അങ്ങനെ സംഗതി ഇല്ലല്ലോ. നമുക്കുണ്ട് വലിയുല്ലാഹി വടകര മുഹമ്മദാജി തങ്ങൾ, വലിയുല്ലാഹി അന്തുറുപ്പാപ്പ, വലിയുല്ലാഹി ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ, വലിയുല്ലാഹി ആലു അബൂബക്കർ മുസ്ലിയാർ, വലിയുല്ലാഹി ഞണ്ടാടി അബൂബക്കർ ശൈഖ് അവറുകള, വലിയുല്ലാഹി നൂനെ ശൈഖ് അവറുകള. അങ്ങനെ തുടങ്ങി ഈ കാലഘട്ടത്തിലുള്ള എത്ര വലിയുല്ലാഹി നമുക്ക് പറയാനുണ്ട്. എന്തേ കാരണം? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിൽ ലയിച്ച മഹാന്മാരായിരുന്നു. അവരുമായി അടുത്താൽ തന്നെ നമുക്കറിയാം അവരൊക്കെ മഹബ്ബത്തിലാണ് ജീവിതം. ഏത് മഹാന്മാരോട് ജീവിച്ചോ, ആരെ കൂടെ കൂടിയോ, അല്ലെങ്കിൽ ആരെ കൂടെ നമ്മൾ നടന്നോ, നമുക്കറിയാം മദീനയുമായുള്ള ബന്ധം അത് ചില്ലറയല്ല, അത് ചില്ലറയല്ല. യഥാർത്ഥത്തിൽ ഈ ഒരു സ്നേഹമാണ് ഇസ്ലാമിന്റെ ഇത്രയും ശക്തിയും ഭദ്രതയും. എല്ലാ വിഷയത്തിലും ഒരു ശത്രുക്കൾക്കും ഇസ്ലാമിന് നേരെ കടന്നു വരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്ലാമിന്റെ കെട്ടുറപ്പ് മാറിയത് എവിടെയാ? മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് ബദരീങ്ങൾക്കെതിരെ ആയിരക്കണക്കിന് ആള് വന്നിട്ടും വിജയിക്കാതെ പരാജയപ്പെട്ടു പോയത്? ഖന്തക്കിലൊക്കെ മറ്റുള്ള ഓരോ യുദ്ധത്തിൽ നോക്കിയാൽ മുസ്ലിങ്ങളെക്കാളും എത്ര ഇരട്ടിയാണ് ശത്രുക്കൾ ഉള്ളത്. പക്ഷേ വിജയം വന്നില്ല. കാരണം എന്തേ? മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ആയുധം മഹബ്ബത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ ബദറിൽ പോകുന്ന സമയത്ത് അൻസാരികളോട് മുത്തുനബി തങ്ങൾ മുശാവറ ചെയ്തപ്പോൾ അൻസാരികൾ പറഞ്ഞ മറുപടി, നബിയേ, ഹബീബായ തങ്ങളെ, അങ്ങ് ഞങ്ങളോട് വലിയ ഒരു സമുദ്രം കാണിച്ച് ആ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാൽ എന്തിനാണ് ചാടാൻ പറഞ്ഞതെന്ന് ചോദിക്കാതെ, അവിടെ ചാടിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാതെ അതിലേക്ക് എടുത്ത് ചാടാൻ സന്നദ്ധതയുള്ള സ്നേഹിക്കുന്ന മുഹബ്ബീകളാ ഞങ്ങൾ അൻസാരികളാ. അതുകൊണ്ട് ഞങ്ങളോട് സമ്മതം ചോദിക്കേണ്ടതില്ല, ഞങ്ങൾ പൂർണ്ണ പിന്തുണയാണ് നബിയേ അങ്ങയുടെ മുഴുവൻ തീരുമാനത്തിനും. അങ്ങനെയാണ് അല്ലാഹു തആലയുടെ തീരുമാനമല്ലാത്ത ഒന്നും ഹബീബായ തങ്ങളിൽ നിന്നും ഇല്ലല്ലോ. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. ആ ഒരു അവസ്ഥയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമുദായത്തെ നിയന്ത്രിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് പരിശുദ്ധ ദീനി വ്യാപിച്ചു എന്ന് മാത്രമല്ല ലോകം മുഴുവനും അല്ലാഹുവിന്റെ ദീന് വളർന്നു. അതിന്റെ ഒരു ഭാഗമാണ് നമ്മളൊക്കെ സുബഹിക്ക് നേരത്തെ പറഞ്ഞില്ലേ, സുബഹിയുള്ള ജമാഅത്ത്, മറ്റുള്ള നിസ്കാരത്തിന്റെ ജമാഅത്ത്. ഒരു ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോ ആ ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കണേ എത്ര ഖുദ്വത്തിന് എത്ര നിയമമുണ്ട്. എന്റെ എത്തിക്കാതും ഇമാമിന്റെ എത്തിക്കാതും ഒന്നായിരിക്കണം. അപ്പോഴാണ് ഇമാമിന്റെ കൂടെ നിൽക്കാൻ കഴിയൂ. ഇമാമിന് നിസ്കാരത്തിന്റെ ഫർള് 10:30 നമുക്ക് നിസ്കാരത്തിന്റെ ഫർള് 14 അവന്റെ പിന്നിൽ നമുക്ക് കൂടാൻ വകുപ്പില്ല. അവനിക്ക് സ്ത്രീകളെ തൊട്ടാൽ ഒന്നും മുറിയൂല എങ്കിൽ നമുക്ക് സ്ത്രീകളെ തൊട്ടാൽ ഒന്നും മുറിയുന്നില്ലരാ, നമുക്ക് അവരെ പിന്നിൽ കൂടാൻ വകുപ്പില്ല. എന്തൊക്കെ നിയമമുണ്ട് ഇസ്ലാമിൽ. അപ്പോ ഇമാമിന്റെ പിന്നിൽ നിൽക്കുക എന്നുള്ളത് തന്നെ ഒരു കെട്ടുറപ്പിന്റെ അടയാളമാണ്. അത് മാത്രവുമല്ല, അള്ളാഹുവിന്റെ മസ്ജിദുമായി നമ്മളുടെ ബന്ധം വന്നാൽ ഈമാനുമായുള്ള ഒരു ഉറപ്പ്
സമൂഹത്തിന്റെ സമുദായത്തിന്റെ കെട്ടുറപ്പിനുള്ള ഒരു പ്രത്യേക ഐക്യ മനസ്സ് അല്ലാഹു തആല ശരീരത്തിൽ ഇട്ടുകൊടുക്കുകയാണ്. അതൊന്നില്ലാതെ നീങ്ങുമ്പോഴാണ് അവൻ എല്ലാത്തിൽ നിന്നും വിഘടനായി മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഇന്നമായ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി. കണ്ടില്ലേ നിങ്ങള്, പൂർണ്ണമായും ഈമാനുള്ളവനായിരിക്കണം പള്ളിയുടെ നേതൃത്വത്തിൽ വരേണ്ടത്. അവിടെ കാണാം മുത്തുനബി പരിശുദ്ധ ഖുർആനിൽ നിസ്കാരം നിലനിർത്തുന്നവൻ, സക്കാത്ത് കൊടുക്കുന്നവൻ, അവനായിരിക്കണം പള്ളിയുടെ നേതൃത്വത്തിൽ വരേണ്ടത്. എന്താണ് അങ്ങനെ പറയുന്നത്? നിസ്കരിക്കാത്ത ഒരാൾ പള്ളിയുടെ നേതൃത്വത്തിൽ വന്ന് സുബൈക്ക് കിടന്നുറങ്ങുന്ന, എന്നിട്ട് വന്നിട്ട് ലോഹറിന് വന്നിട്ട് പള്ളിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അവൻ ഒരിക്കലും ആ പള്ളിയുടെ വിഷയത്തിൽ അധികാരമുള്ളവനല്ല, അവകാശം അവനിക്ക് ഇല്ല. കാരണം അവൻ സുബൈക്ക് കിടന്നുറങ്ങുന്നവനാണോ? പാടില്ല. എന്തിനേറെ കമ്മിറ്റിയിലേക്ക് ഒരംഗമായാൽ അവരുടെ ഹൃദയത്തിലേക്ക് വരണം, പടച്ച റബ്ബേ, നിന്റെ വീടിന്റെ കമ്മിറ്റിയിലാണ് ഞാനൊരംഗമായിട്ടുള്ളത്, നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാ, അതിന്റെ നേതൃത്വത്തിലാണ് എന്നെ എത്തിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ വരും, എങ്ങനെ ഞാൻ ഇതിൽ നിന്നും മാറി നിൽക്കും? അവന്റെ കൽവിൽ എപ്പോഴും ജമാഅത്തിന് വരണമെന്നുള്ള ചിന്ത, നിസ്കരിക്കണമെന്നുള്ള ബോധം, ഇത് നല്ലോണം വർദ്ധിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ബിരുദമൊക്കെ നേടി വന്നപ്പോ ഉസ്താദുമാർ ചില ഉപദേശങ്ങളുണ്ട്. പള്ളിയിൽ ജോലി ചെയ്യുമ്പോ പള്ളിയിൽ നിന്ന് നമ്മൾ നിസ്കരിക്കും, ഇമാമത്തായി നിന്ന് നിസ്കരിക്കുന്നു, ജമാഅത്തായി നിസ്കരിക്കും. ആഴ്ചക്ക് ലീവിന് വീട്ടിൽ പോകും. അപ്പോൾ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത് കേട്ടോ, ഞങ്ങൾക്കുള്ള ഉപദേശമാ. കാരണം എന്തേ? പള്ളിയിൽ നിന്ന് അവസരം കിട്ടുമ്പോൾ നിസ്കരിച്ചു, വീട്ടിൽ ചെന്നപ്പോൾ അവസരം ഉണ്ടാക്കാതെ നിസ്കരിക്കാൻ പാടില്ല, അവസരം ഉണ്ടാക്കണം അവിടെ. സുബ്ഹാനല്ലാഹ്, എത്ര ചെറുപ്പക്കാരുണ്ട് ജമാഅത്തിൽ വളരെ കണിശത പുലർത്തുന്നത്. എനിക്കറിയാം, ഈ അടുത്തുള്ളൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വലിയ മുതലാളിയാണ്. ഞാൻ ആ വ്യക്തിയെ പള്ളിയിൽ ഇങ്ങനെ കാണും. കണ്ടപ്പോൾ നമ്മളുമായി ബന്ധം പുലർത്തിയപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ജമാഅത്തിന്റെ കാര്യം ഒന്ന് നല്ലോണം പറഞ്ഞു. സുഹൃത്തേ, നീ ജമാഅത്ത് നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഈ 2 കൊല്ലത്തിനിടക്ക് 5 വക്ത് നിസ്കാരമാണ് എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 2 കൊല്ലത്തിനിടക്ക് 4-5 നേരത്തെ നിസ്കാരത്തിന് ജമാഅത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വർഷം എന്നോടൊന്ന് സംസാരിക്കും, ഏകദേശം സെപ്റ്റംബർ മാസം, ഈ വർഷം ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരൊറ്റ ജമാഅത്തും എനിക്ക് മുടങ്ങിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, പണക്കാരനാണ് ഈ പറയുന്നത്, ഉസ്താദല്ല. നല്ല നല്ല ചെറുപ്പക്കാർ ഇങ്ങനെ എത്രയുണ്ട്. ജമാഅത്ത് ശ്രദ്ധിക്കുന്നവർ, വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർ, ലൈനിൽ പോകുന്നവർ, വാങ്ക് വിളിക്കുന്ന നേരം ഒരു പള്ളിയുടെ അടുത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ജമാഅത്ത് കഴിഞ്ഞു കൊണ്ടുപോകുന്ന എത്ര മുഅ്മിനീങ്ങളുണ്ട്. നിങ്ങളറിയില്ലേ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനം കേൾക്കാം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരാള് മർഹബൻ ബിൽ ഖായിലി അദില മർഹബൻ ബിസ്സലാത്തി അഹ്ല എന്നൊരൊറ്റ വചനം ബാങ്ക് കൊടുക്കുന്ന സമയം ഒരാൾ പറഞ്ഞാൽ 1,00,000 ദോഷം പൊറുത്തു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നിങ്ങൾ നോക്ക്, എന്തോ പണിയുണ്ടോ? പള്ളിന്ന് വാങ്ക് കേൾക്കുന്ന ഈ ഒരു വാക്കേ പറയണ്ടു. ആ വാക്ക് പറയുമ്പോൾ തന്നെ 1,00,000 ദോഷം പൊറുക്കുമെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരെ, ബാങ്കിന്റെ സമയം ഒരു 10 മിനിറ്റ് ഒരു പള്ളീന്റെ അടുത്ത് നിർത്തിയാലും മുതലാവൂലേ? ബാങ്ക് കൊടുക്കുന്നവരെ ഏതെങ്കിലും പള്ളീന്റെ അടുത്ത് 5 മിനിറ്റ് നിർത്തേണ്ടി വന്ന് നിർത്തിക്കോ. എന്നിട്ട് ഈ വചനം പറഞ്ഞു പോയാലും ദോഷം പൊറുത്തില്ലേ 1,00,000? ഇത് ചില്ലറയാണോ? സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന നമുക്ക് ഹബീബായ തങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ചെയ്തു പോയ തെറ്റുകൾ പുറത്തു പോകാൻ എത്ര കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പലരും ചോദിക്കും, ചിലപ്പോ ചോദിക്കും, എൻ്റെ ഉപ്പ മരിച്ചുപോയി, എൻ്റെ ഉമ്മ മരിച്ചുപോയി, അല്ല എൻ്റെ ഉപ്പയും ഉമ്മയും ഹയാത്തിലുണ്ട്, എനിക്ക് കൂടുതൽ ഖിദ്മത്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ വേറെ വീട്ടിലാ, അല്ലെ ഞാൻ ഗൾഫിലാ. എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും എന്തെങ്കിലും ഒരു ദോഷം പൊറുക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ്, ഒരുപാട് അന്വേഷിച്ച് അതിന് പറ്റിയ ദിക്ർ കാണുന്നില്ല. അപ്പോഴാണ് ഒരു വചനം കാണുന്നത്, ഹബീബായ മുത്തുനബി തങ്ങളുടെ ഒരു വചനം. എന്താണത്? ജുമുഅ നിസ്കരിച്ച് ജുമുഅക്ക് ശേഷം അസറിന് മുമ്പായി ഏതെങ്കിലും ഒരു വ്യക്തി സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, നോക്കണം നിങ്ങൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നല്ല, റുക്കൂയിൽ ചെല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി അതുമല്ല, മഗ്രിബിന്റെ മുമ്പ് ചെല്ലുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി അതുമല്ല,
സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് ജുമഅക്ക് ശേഷം 100 തവണ ചൊല്ലിയാൽ അവന്റെ മാതാപിതാക്കളുടെ 24,000 ദോഷം പൊറുക്കുന്ന ദിക്ർ ജുമഅക്ക് ശേഷം ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദിക്റുകൾ കണ്ടതിൽ മാതാപിതാക്കളെ ദോഷം പൊറുക്കും ഇത് ചൊല്ലിയാൽ എന്ന് കണ്ട ഒരു ദിക്റിൽ ഒരു ദിക്ർ ഇതാണ്. വളരെ അപൂർവമാണ് അങ്ങനെയുള്ള ദിക്ർ. ഞാൻ ചോദിക്കട്ടെ, മാതാപിതാക്കളോട് സ്നേഹമുള്ള മക്കളെ, നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന അമല് ഒന്ന് വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ എത്ര കൂലിയാണ്. മാത്രമല്ല അതിൽ കാണാം 24,000 ദോഷം മാതാപിതാക്കൾക്ക് പുറത്തു പോകും. മകൻ എന്ത് ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന ദിക്ർ വെറും 100 തവണ ജുമഅക്ക് ശേഷം ചൊല്ലിയാൽ അവന്റെ ദോഷമോ 1,00,000 പുറത്തു പോകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനം കിതാബുകളിൽ കാണാം. ഞാനിത് എന്തിനാ പറയുന്നത്? മുത്തുനബി തങ്ങളുടെ ജന്മദിനത്തിൽ വരുമ്പോൾ ഹബീബായ തങ്ങളുടെ ചില ഓഫറുകള്, നമുക്ക് തന്ന ചില ഇൽമുകള്, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ നല്ല നല്ല ഇത്തരത്തിലുള്ള ടിപ്സുകള് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾ അറിയുമോ, ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഒരാൾക്ക് വളർന്നാൽ ആ മനുഷ്യന്റെ നാവിലൂടെ സ്വലാത്തുകൾ വന്നുകൊണ്ടിരിക്കും. 1000 സ്വലാത്ത് ദൈനംദിനം ചൊല്ലുന്ന മനുഷ്യൻ പ്രകാശപൂരിതമായ മരണം ലഭിക്കും. വലിയ തൗഫീഖാണ് 1000 ചൊല്ലുക എന്നുള്ളത്. സുന്ദരമായി കഴിയും. ചിലർക്കൊക്കെ തോന്നും അതൊരു പ്രയാസമാണ്. ഇതുപോലെ 100 ചൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ 100 ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിയ ഈ പയ്യോളിക്കടുത്തുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരന്റെ മഹത്വം കേട്ടിട്ടാണ് ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ഞാൻ പോയത്. എന്തിനാ പോയത്? ആ ചെറുപ്പക്കാരൻ നല്ല ജോലി ചെയ്യുന്ന, ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളാ. രാവിലെ 9 മണി മുതൽ 5 മണി വരെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾ 100 സ്വലാത്ത് ആത്മാർത്ഥമായി ചൊല്ലും. അങ്ങനെ ചൊല്ലിയപ്പോൾ അതിന് രസം കിട്ടി. അപ്പൊ അവനത് 300 ആക്കി, പിന്നെ 500 ആക്കി, അത് 1000 ആക്കി. ദിവസവും 1000 ചൊല്ലും. അതൊരു അത്ഭുതമായിട്ടൊന്നും വന്നിട്ടില്ല. അതെല്ലാം അത്ഭുതം. ആ ചെറുപ്പക്കാരൻ ഈ ജോലിക്കടയിൽ ചൊല്ലുന്ന സ്വലാത്ത് 1000 ചൊല്ലി. എന്നിട്ടിടക്ക് ദുആ ചെയ്യും. സമയത്തിന്റെ വിശാലത, പടച്ചോനെ നല്ലോണം സ്വലാത്ത് ചെല്ലാനുള്ള പ്രത്യേക തൗഫീഖും സമയത്തിന്റെ വിശാലതക്കും ദുആ ചെയ്ത് ആ ചെറുപ്പക്കാരൻ അല്ലാഹു അത് കൊടുത്ത് ഒരു ദിവസം 20,000-ഓളം സ്വലാത്ത്. നോക്കണം നിങ്ങള്, ഒരു ദിവസം 20,000-ഓളം സ്വലാത്ത് എല്ലാ ദിവസവും ചെല്ലുന്ന രീതിയിൽ ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിന്റെ ആത്മീയതക്ക് വളർച്ച വന്നിട്ടുണ്ടെങ്കിൽ പയ്യോളിക്കടുത്തുള്ള ഒരു ചെറുപ്പക്കാരനാ. മാഷാ അല്ലാഹ്, കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഉസ്താദുമാരാകുന്ന ഞങ്ങൾക്ക് അത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. ദിവസവും പറയുന്നത് ഒരു മാസാകുമ്പോൾ 6 ലക്ഷം സ്വലാത്ത്. സുബ്ഹാനല്ലാഹ്, അത്ഭുതപ്പെടുകയാണ്. മർക്കസ് ഗാർഡനിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ ഒരു സൂഫിയായ ഒരാൾ വന്നിട്ട് ഞാളെ സംസാരിക്കുന്നതിന്റെ ഒരു മജ്ലിസ് കഴിഞ്ഞ് ഒരു ചെറിയ കുട്ടിയെ നോക്കിയിട്ട് പറഞ്ഞു, ആ കുട്ടിക്ക് നല്ല ഭാവിയുണ്ട് കേട്ടോ, ആ കുട്ടി നല്ല മോനാ, ആ കുട്ടിക്ക് ഭാവിയുണ്ട് എന്ന് പറഞ്ഞു. ഇദ്ദേഹമാണെങ്കിൽ സൂഫിയാണല്ലോ. ആ നാട്ടിലുള്ള ഒരു കുട്ടിയെ പറ്റി ഈ കുട്ടി നല്ല മോനാ, അങ്ങനെയാ എങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, പഠിച്ചോനെ എന്താപ്പാ കുട്ടിയുടെ പ്രത്യേകത? ഞാൻ ആ കുട്ടിയുമായി ആദ്യം ഒന്ന് അന്വേഷിച്ച ആളാരാ, ആ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്, ആ കുട്ടിയോട് ഞാൻ വിളിച്ചു. ഞാൻ പിന്നീട് ബന്ധപ്പെട്ട് കുട്ടിയോട് മോന്റെ ജീവിതത്തിൽ മോൻ എന്തെങ്കിലും നന്മ ചെയ്യാറുണ്ടോ? എത്രാം ക്ലാസ്സിലാ? മദ്രസയിൽ 3-ലോ 4-ലോ ആണ് ആ കുട്ടി പഠിക്കുന്നത്. ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, കുട്ടിക്കിനെ പറ്റുന്ന ഒരു അജണ്ടയും പ്ലാനൊന്നുമില്ല. ആ കുട്ടിയോട് വല്ല നന്മയും ചെയ്യാറുണ്ടോ? അവസാനം ആ കുട്ടി പറഞ്ഞു, ഞാൻ 1 മാസമാകുമ്പോഴേക്കും 1 ലക്ഷം സ്വലാത്ത് മദീനയിലേക്ക് ഹദിയ ചെയ്യാറുണ്ട്. LP-യിൽ പഠിക്കുന്ന കുട്ടിയാണ്, UP-യിൽ പഠിക്കുന്ന കുട്ടിയല്ല ഞാൻ പറയുന്നത് അന്ന് കേട്ടോ. LP-യിൽ പഠിക്കുന്ന കുട്ടി പറയുന്നു, എല്ലാ ദിവസവും 3000-ത്തിലധികം സ്വലാത്ത് ഞാൻ ചൊല്ലും. എൻ്റെ ടാർജറ്റ് 1 മാസമാകുമ്പോ മദീന മുനവ്വറയിലേക്ക് 1 ലക്ഷം സ്വലാത്ത് സമർപ്പിക്കലാ.
ആ കുട്ടി സ്വലാത്ത് ചെല്ലുന്നത് ആരോടും പറഞ്ഞതല്ല. ഈ സൂഫിയുടെ വചനം കേട്ടപ്പോ ഞാൻ അന്വേഷിച്ചപ്പം വെറുതെയല്ല മുഖം നോക്കി പറഞ്ഞത്. ആ ഗുണം ആ കുട്ടിക്കുള്ളത് കൊണ്ടാ ഇന്ന കുട്ടി വലുതായി. അൽഹംദുലില്ലാഹ് ആ കുട്ടി ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയ ഹാഫിളായി. ദുബൈയിലും മറ്റും പോയി വലിയ തജ്വീദിന്റെ ഒക്കെ പഠനം നടത്തി. ഇന്ന് വലിയ ആലിമിന്റെ കീഴിൽ പഠനം നടത്തി. ഇപ്പൊ അടുത്ത് കല്യാണം കഴിഞ്ഞു നല്ല പണ്ഡിതനായി ജീവിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഞാൻ എന്തിനാ പറയുന്നത്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന പ്രവർത്തനങ്ങൾ, അവിടുത്തെ സ്വലാത്തുമായി ബന്ധിച്ച പ്രവർത്തനം ഏതൊരു വ്യക്തി ചെയ്തുവോ അവൻ എത്തേണ്ടടുത്ത് എത്തിക്കുന്ന പ്രവർത്തനം റബ്ബ് തആല ചെയ്യും. അവനെ നന്നാക്കേണ്ട രൂപത്തിൽ നന്നാക്കും. സ്വലാത്ത് ചൊല്ലാതെയുള്ള ജീവിതമാണോ അവൻ ചിലപ്പോൾ പിഴച്ചു പോകും, പല മുസീബത്തിലും പെട്ടുപോകും. സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ജീവിക്കുന്നവരെ പിഴപ്പിക്കാൻ ശൈത്വാന് പ്രയാസമാ. അതല്ലേ മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അതല്ലേ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങൾ ഒരുപാട് മഹത്വം അല്ലാഹു കൊടുത്തപ്പോ ആ മഹത്വമൊക്കെ എടുത്തു പറഞ്ഞിട്ട് അവസാനം ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മഹത്വം എന്താ? അനൽ ജീലിയു അശ്ഹബു കുല്ല അനൽ അനൽ ഹസനിയു വൽ മിഖ്ദഉ മഖാമി വഅഖദാമി على عنق الرجال وعبد القادر المشهور اسمي وجدي صاحب العين الكمال. എല്ലാ ഔലിയാക്കന്മാരെയും എൻ്റെ കാലിന്റെ ചുവട്ടിലാക്കി അള്ളാഹു ആക്കി തന്നിട്ടുണ്ട്. അത്രയും എൻ്റെ ദർജ റബ്ബ് തആല ഉയർത്തിയിട്ടുണ്ട്. അള്ളാഹു തന്ന നിഅമത്താണ്. ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് അന ഫീ ഹളറത്തി التقريب وحدي يصرفني وحسبي ذو الجلال أنا المازي أشهب كل شيخ ومن ذا في الرجال يعطي مثالي مقامكم العلا جمعا ولكن مقامي فوقكم ما زال علي. ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് നമ്മളെ പോലത്തെ മുഅ്മിനീങ്ങൾ ആയിരക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അത് മുഴുവനും ഒരുമിച്ച് കൂട്ടിയ കോടിക്കണക്കിന് തഹ്ലീലുകൾ ഒരുമിച്ച് കൂടി തുലാസിൽ വെച്ചാലും സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങൾ ഹബീബായ മുത്തുനബി തങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ മഹാന്റെ നാവിന് അല്ലാഹു കൊടുത്ത പവർ കേൾക്കണോ? നിങ്ങളൊക്കെ ചെയ്യുന്ന അമലുകൾ ഒരുമിച്ച് കൂട്ടിയാലും എൻ്റെ ഒരു അമൽ അവിടെ വെച്ചാൽ ആ അമലിന്റെ കൂടെ കടപിടിക്കാൻ മാത്രം നിങ്ങൾ അമലുകൾ എത്തുകയില്ല. അത് അല്ലാഹു തന്ന പവറാ. മുത്തുനബി തങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് കിട്ടിയതാ. ഇതൊക്കെ മഹത്വം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ആ പദ്യത്തിന്റെ അവസാനം പറയുന്നത് കാണാം. ഇതൊക്കെയാണെങ്കിലും എൻ്റെ ആവേശം, എൻ്റെ സന്തോഷം എവിടെയാ? അബ്ദുൽ ഖാദിരിൽ മശ്ഹൂർ ഇസ്മി വജദി സാഹിബുൽ ഐനിൽ കമാലി. ഖുത്ബ് എന്ന മർത്തബ, വിലായത്ത് എന്ന മർത്തബ, അബ്ദാൽ എന്ന മർത്തബ, നുജബ എന്ന മർത്തബ, നുഖബ എന്ന മർത്തബ, അങ്ങനെ തുടങ്ങിയ ഔലിയാക്കന്മാർക്കുള്ള ആയിരക്കണക്കിന് ബിരുദങ്ങൾ ഉണ്ടെങ്കിൽ ആ ബിരുദങ്ങൾ മുഴുവനും നേടിയ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി അവിടുന്ന് പറഞ്ഞ വചനം എൻ്റെ ഏറ്റവും സന്തോഷം. വജദ്ദി സാഹിബുൽ ഐനിൽ കമാലി. എൻ്റെ ഉപ്പാപ്പ സയ്യിദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൗത്രനാണല്ലോ ഞാൻ. എൻ്റെ ഉപ്പാപ്പ മുത്തുനബി തങ്ങളല്ലേ, അഹ്ലു ബൈത്തിൽ എന്നെ പെടുത്തിയില്ലേ? അതെൻ്റെ ഏറ്റവും വലിയ സന്തോഷമാ. നിങ്ങൾ നോക്ക്, എല്ലാവർക്കും ഓരോ ബിരുദം കിട്ടിയാൽ ആ ബിരുദം വെച്ചാ വിളിക്കാം. ഉള്ളാളം തങ്ങൾ വാക്കവ്യ, പക്ഷെ ഉള്ളാളം തങ്ങൾ എന്നാ വിളിക്കുക? ഉള്ളാളം തങ്ങൾ എന്നാ അല്ലേ? ഞാൻ ബിരുദം നേടിക്ക്, കുറേ ബിരുദം നേടിക്ക്. എന്നെ നിങ്ങൾ എന്നാ വിളിച്ചപ്പോ തങ്ങൾ. എന്താ കാരണം? അതിൻ്റെക്കാൾ വലിയൊരു ബിരുദം എവിടെയില്ല. അത് അല്ലാഹു തആല തന്നതല്ലേ. ഞാനിത് പറയുന്നത് എന്തിനാ? ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ടാൽ കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് അത് മതി മുഅ്മിനെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ.
ഔലിയാക്കന്മാരെ മുഹിബായാൽ മതി, ആഖിറത്തിൽ അവരെ ശഫാഅത്ത് കിട്ടും. നിങ്ങൾ അറിയോ, ആഖിറത്തിൽ ചിലരൊക്കെ ചോദിക്കും, നിസ്കരിച്ച് നോമ്പേറ്റ് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് ഞാള് ജീവിച്ചു, എന്നാൽ എന്താ സ്വർഗം കിട്ടൂലേ? മൗലൂദ് കഴിച്ച് ഹദ്ദാദ് ചൊല്ലി റാത്തീബ് ചൊല്ലി ദിക്ർ ചൊല്ലി അങ്ങനെ തന്നെ ജീവിച്ചാൽ ആ സ്വർഗം കിട്ടും? ഒറ്റ ചോദ്യം, ആകെ എല്ലാവരും ഒന്ന് നിസ്കാലാവും. ശരിയല്ലേ, ഒരാളിത് നിസ്കാരം കറക്റ്റ് നിസ്കരിച്ചു, സക്കാത്ത് കൊടുത്ത്, ദിക്റും സലാത്തും റാത്തീബും മൗലൂദൊന്നുമില്ല, ഒരാൾ ഇത് ഓടിച്ച് മാത്രം, എന്നാ ഓനിക്ക് സ്വർഗം കിട്ടൂലേ? ഓനോട് കൊടുക്കേണ്ട മറുപടി ഞാൻ പറയുന്നത് പഠിച്ചു വെച്ചോ. അവനോട് പറയുന്നത്, ആഖിറത്തിൽ ഇബാദത്തുമായി ചെന്നോലിക്കുള്ള കേന്ദ്രം ഇവിടെ ആഖിറത്തില് നന്മ തിന്മയുടെ തുലാസാണ്. എല്ലാവർക്കും അറിയാം, നന്മ തിന്മയുടെ തുലാസാണ്. ആഖിറത്തിൽ ഒരാള് കുറെ നിസ്കരിച്ചായിട്ട് ചെന്നാൽ അവനെന്നാ ചെയ്യാ? അങ്ങനെ തന്നെ സ്വർഗത്തിലെല്ലാം കൊണ്ടുപോവാ. പിന്നെന്താ ചെയ്യാ? അത് നന്മ തിന്മയിൽ കൊണ്ടിടും. എന്നിട്ട് ആ നന്മ കൂടുതലാണോ സ്വർഗത്തിൽ, തിന്മയാണോ കൂടുതൽ നരകത്തിൽ. ഇതാണല്ലോ ആഖിറത്തിലെ സിസ്റ്റം. എന്നാൽ കേട്ടോ നിങ്ങള്, ഒരാളങ്ങനെ നിസ്കരിച്ചു, നോമ്പെടുത്ത്, മൗലിദില്ല, റാത്തീബില്ല, ഒന്നുമില്ല, എന്നാൽ അവനെ കൊണ്ടുപോകുന്നത് എവിടെയാ? ആഖിറത്തിൽ മഅ്ശറയിൽ ഹിസാബിന്റെ ലോകത്താണ്. ഹിസാബിന്റെ ലോകമെന്ന് പറഞ്ഞാൽ അവനെ ചെക്ക് ചെയ്യുന്ന ലോകത്താണ്. ഒരാളെ ഹിസാബിന്റെ ലോകത്ത് കടത്തിവിട്ടാൽ ഹബീബായ മുത്തുനബി തങ്ങൾ പറയുന്നു, അവൻ കുടുങ്ങിയത് തന്നെ. അവന്റെ നിസ്കാരത്തിന്റെ ഇഖ്ലാസിന്റെ ശതമാനം എത്ര? അവന്റെ നിസ്കാരത്തിന്റെ ഖുശൂഇന്റെ ശതമാനം എത്ര? ഇതൊന്ന് തൂക്കാൻ തുടങ്ങിയാൽ നമ്മൾ ആരുണ്ട് ഇവിടെ വിജയിക്കാൻ? എന്നാൽ കേട്ടോളൂ, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതേ ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്, ഹറാമെന്നൊക്കെ മാറി നിന്നിട്ട് സാധാരണ ജീവിക്കുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യന്റെ കയ്യിൽ മറ്റൊരായുധം കൂടിയുണ്ട്, മഹബ്ബത്തു റസൂലില്ലാഹ് വ മഹബ്ബത്തുൽ ഔലിയാഇ വസ്സാലിഹീൻ വ മുജാലസാതു സ്വാലിഹീനൽ ഫുളലാ. നല്ല നല്ല സാസിലവൻ പോയിരിക്കുന്നുണ്ട്, സ്വാലിഹീങ്ങളെ കൂടെ കൂടുന്നുണ്ട്, ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നുണ്ട്, മുത്തുനബി തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നുണ്ട്. എങ്കിൽ അവൻ ആഖിറത്തിൽ വരുന്ന ലോകം ശഫാഅത്തിയായ റൂട്ടിലാ. നോക്ക് നിങ്ങള് എവിടെയുണ്ട്? ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞോ നിസ്കരിച്ചാൽ ദോഷം പോരും, എന്നാ ബാങ്കിന് ശേഷമുള്ള ദുആ അതൊരാൾ ദുആ ചെയ്ത് അതിലെന്താ ഉള്ളത്? ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല, മുത്തുനബി തങ്ങളെ മദ്ഹ് പറയണം, ആ മദ്ഹ് പറഞ്ഞിട്ട് അവിടുന്ന് ദുആ ചെയ്യണം. അങ്ങനെ ഒരാൾ ദുആ ചെയ്താൽ വജബത് ലഹു ശഫാഅത്തി, ആഖിറത്തിൽ ഞാൻ അവനെ ശഫാഅത്ത് ചെയ്യുന്നതാ. ഒരാൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അഖ്റബുക്കും ഇലയ്യ അക്സറുക്കും അലയ്യ സ്വലാ, മഅ്ശറയിൽ എൻ്റെ ശഫാഅത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആർക്കാ? എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനിക്കാണെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലു മദീനയിൽ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുത്തുനബി തങ്ങൾ പച്ചയായി പറഞ്ഞതാ, ആഖിറത്തിൽ എൻ്റെ ശഫാഅത്ത് കിട്ടുന്നത് ആർക്കാണ്? എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ അടുക്കുന്നവർ ആർക്കാരാണ്? ഏറ്റവും കൂടുതൽ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മദ്ഹു റസൂലില്ലാ, സ്വലാത്തു റസൂലില്ലാ, മഹബ്ബത്തു റസൂലില്ലാ. മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്നതോ അവിടുന്ന് മദ്ഹു പറയുന്നതോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലുന്നതോ ഇതെല്ലാം സ്വലാത്ത് തന്നെ. ഖാല അബുൽ ആലിയ, ഇമാം ബുഖാരി തങ്ങളിൽ കാണാം, അബുൽ ആലിയ തങ്ങൾ പറയുന്നു ഇതൊക്കെ സ്വലാത്താ. നമ്മൾ മദ്ഹ് ചൊല്ലുന്നതോ കുട്ടികളെ പഠിപ്പിച്ച ആ റൂട്ടിലെല്ലാം സ്വലാത്തിന്റെ ഗണത്തിൽ പെടുന്നു. എന്ത് വലിയ തൗഫീഖാണ്! നിങ്ങൾ നോക്ക്, ആഖിറത്തിൽ 2 സെക്ഷനാ. ഒന്ന് ശഫാഅത്തിന്റെ സെക്ഷൻ, എങ്ങനെ ശുപാർശയിലൂടെ രക്ഷപ്പെടുന്നവർ, അവർ നന്മ ചെയ്തവരാ. മറ്റേത് ഹിസാബിന്റെ ലോകമാണ്. അതുകൊണ്ടാ പേടിക്കണം കേട്ടോ. 120ഓളം സഫുകൾ ഉണ്ടെന്നല്ലേ മഅ്ശറയെ പറ്റി ചരിത്രം പഠിപ്പിക്കുന്നത്.
100 ചില്ലാനം സഫുകൾ ലൈൻ ഉണ്ടാകും. ആ ലൈനിൽ ഇങ്ങനെ നിർത്തും. കോടിക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ ലൈനിൽ നിർത്തും. അത് മൊത്തം എണ്ണിയാൽ 100 ചില്ലാനം ലൈനാണ്. അതിൽ 3 ലൈനേ സ്വർഗത്തിലേക്കുള്ളൂ. ബാക്കി 117 ലൈനും ഇലന്നാർ നരകത്തിലെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈ 3 ലൈനും കിടക്കുന്നത് എവിടെയാ? പോകുന്നത് ശഫാഅത്തിന്റെ വഴിയിലേക്കാ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന റൂട്ടിലാ. അവർക്കുള്ളതാണ് മുഅ്മിനെ. എല്ലാത്തവരുടെ കാര്യം കട്ടപ്പുക തന്നെ, വല്ലാത്ത പ്രയാസം തന്നെയാണ്. അതുകൊണ്ടാ മുഅ്മിനീങ്ങളോട് പറയുന്നത്, മുത്തുനബി തങ്ങളെ സ്നേഹിച്ചോ, അവരെ മഹബ്ബത്ത് വെച്ചോ, ആ റൂട്ടൊന്ന് കൽബിലേക്ക് തുറന്ന് ജീവിതത്തിന് ആ വഴിയിലേക്കൊന്ന് തിരിച്ചോ. അവൻ രക്ഷപ്പെട്ടു പോയി. കണ്ടില്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മുത്തുനബി തങ്ങൾക്ക് ശേഷം ഇസ്ലാമിന്റെ ഭരണം ഇവിടെ നെല്ലും ബദരും വേർതിരിക്കുന്ന രീതിയിൽ കണിശമായി നടത്തിക്കൊണ്ടുപോയ ഭരണമായിരുന്നു ഉമർ ഖത്താബ് തങ്ങളത്. കാരണം 2 കൊല്ലവും ചില്ലറയാണല്ലോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഭരിച്ചത്. അടിസ്ഥാനം പലതും നേരെയാക്കി ഒരുപാട് കാര്യം ബാക്കിയാക്കി സിദ്ദീഖ് തങ്ങൾ പോയിട്ടുണ്ട്. പിന്നീട് അതിനെ വേർതിരിക്കുന്നത് ആരാ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാ. ഉമർ ഖത്താബ് തങ്ങളുടെ കാലഘട്ടം എങ്ങനെയാ? ആരെങ്കിലും ദീനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ വെറുതെ വിടൂലല്ലോ മുഅ്മിനെ. ഉമർ ഖത്താബ് തങ്ങൾ മുഖം നോക്കിയിട്ട് നടപടിയെടുക്കൂല. തീരുമാനമാ, നടപ്പിലാക്കേണ്ടതങ്ങ് നടപ്പിലാക്കൽ തന്നെ. ഉമർ ഖത്താബ് തങ്ങൾ വല്ലാത്തൊരു പ്രവർത്തനം കാഴ്ചവെച്ച മഹാനാ. ആ പ്രവർത്തനത്തിനിടയിലല്ലേ രാത്രിയുടെ യാമങ്ങളിൽ അതാ ഊൾവഴിയിലൂടെ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ നടക്കും. എന്തിന് നടക്കുന്നു? ആരെങ്കിലും ഉണ്ടോ എന്റെ ഭരണത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ അറിയാൻ? അങ്ങനെ നടന്നിട്ട് ആരെങ്കിലും വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അത് നേരിട്ട് കണ്ടു പരിഹാരം കാണിച്ചു കൊടുക്കുന്ന നേതാവും. രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഉറക്കുപേക്ഷിച്ചുകൊണ്ട് ആ കിടക്കുന്ന കിടപ്പറയിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് അതാ നാട്ടിൽ നടക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കുന്ന നേതാവും. ഒരിക്കലും ഇങ്ങനെ നടക്കുമ്പോൾ എവിടെയെങ്കിലും ലൈറ്റ് അണിയാത്തതുണ്ടോ, വിളക്ക് കത്തുന്നതുണ്ടോ എന്ന് നോക്കുകയാ. എല്ലാരെയും വിളക്ക് കത്തുന്നില്ല, എല്ലാടെയും ലൈറ്റ് അണഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുള്ള വിളക്കാണ് കേട്ടോ, ഇന്നത്തെ ട്യൂബോ കറണ്ടോ അല്ല. ആ കാലഘട്ടത്തിൽ എന്താണോ വിളക്കിന്റെ സംവിധാനം അത് കെടുത്തണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയാണ്. ഉറങ്ങുമ്പോൾ വിളക്ക് കെടുത്തണം, അണക്കണം. അങ്ങനെ നോക്കിയപ്പോൾ എല്ലാരെയും അണഞ്ഞിട്ടുണ്ട്. അതാ കാണുന്നു കുറച്ചു ദൂരെ ഒരു വീട്ടിൽ ഒരു വിളക്കിന്റെ ലൈറ്റ്, ഒരു നിറം കാണുകയാ. ഉമർ ഖത്താബ് തങ്ങൾ ആ വീട്ടിലേക്ക് നടന്നു നീങ്ങുന്നു. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിളക്കൊരു സ്ഥലത്ത് കത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശുഗൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം അവിടെ ഉണ്ടാകും. ആ പ്രയാസം എന്താണ്, എന്ത് ശുഗലാണ്, എന്ത് വിഷയമാണ് അവിടെ നടക്കുന്നതെന്നറിയാൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ വീട്ടിലേക്ക് നടന്നു പോകുന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റഹ്മഹുല്ലാഹ് ഈ ചരിത്രം രേഖപ്പെടുത്തുന്നതായി കാണാം. ബഹുമാനപ്പെട്ടവർ നടന്നു നീങ്ങുന്നു. ആ വീട്ടിന്റെ അടുത്തേക്ക് ചെന്നപ്പോ വേറെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, എന്തോ ഒരു ചെറിയൊരു ശബ്ദം കേൾക്കുന്നു. കതകിന്റെ അടുത്തേക്ക് ചെന്നൊന്ന് ചെവിട് വെച്ചപ്പോ അല്ലാ, പതിരാ സമയത്ത് വീട്ടിൽ ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് വിളക്ക് കത്തിച്ചുകൊണ്ടതാ ഒരു ഉമ്മാമയുടെ ശബ്ദമാ. ഉമർ ഖത്താബ് തങ്ങളൊന്ന് റെഡിക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ നിന്നും നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല മൗലിദിന്റെ ബൈത്ത് ചെല്ലുന്നു. മൗലിദ് നമ്മൾ വെച്ചൊരു പേരെന്നേ ഉള്ളൂ, അതിലുള്ളത് മുഴുവനും മദ്ഹു റസൂലില്ല. ആ ഉമ്മ ലൈറ്റ് ഓണാക്കി വിളക്ക് കത്തിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം എന്നാ? മുത്തുനബി തങ്ങളെ കാലത്ത് ജീവിച്ച സ്വഹാബിയത്തായ വനിതയല്ലേ. ഹബീബായ തങ്ങളെ ഓർത്തുകൊണ്ട് ഉറക്കു വരുന്നില്ല, തങ്ങളെ പറ്റി ഇങ്ങനെ മദ്ഹ് പാടുകയാ. ഉമർ ഖത്താബ് തങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോ കേൾക്കുന്നു ഒരു ശബ്ദം, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈക്കൽ മുസ്തഫൂനൽ ആഖിയാർ ഖദ് കുന്ത ഖവ്വാമൻ ബുകിയൽ അസ്ഹാർ യാ ലൈത ശഅരി വൽ മനായാ അത്വാർ.
ഈ പദ്യമങ്ങ് കേട്ടപ്പോ ഉമർ ഖത്താബ് തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. പാതിരാ സമയത്ത് ഉറക്കൊഴിഞ്ഞുകൊണ്ട് മുത്തുനബി തങ്ങളെ മദ്ഹ് പാടുകയാണോ. കഥകിരങ്ങ് മുട്ടാൻ തുടങ്ങി ഉമർ ഖത്താബ് തങ്ങൾ. ഉമ്മാക്ക് പേടിയായി, പടച്ചോനെ ആരാണ് ഈ പാതിരാ സമയത്ത് വന്ന് കഥകിന് മുട്ടുന്നത്? മന്നൻ, ആരാണ് നിങ്ങള്? ഉമർ ഖത്താബ് തങ്ങൾ പുറത്തുനിന്ന് പറയുന്നു, ഇഫ്തഹി ബാബക്, ഒന്ന് വാതിൽ തുറക്കുമോ? ആരാണ് നിങ്ങള്? അന ഉമർ ബിൻ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് തങ്ങളാ. ഉമ്മാക്കങ്ങ് പേടി തുടങ്ങി. പടച്ചോനെ, പാതിരാ സമയത്ത് ഉമർ ഖത്താബ് തങ്ങൾ എന്തിനാണ് എന്റെ വീട്ടിൽ വന്നത്? ലൈറ്റ് അണക്കാത്ത വിഷയത്തിന് ചൂടാവാനാണോ? ഞാൻ ചൊല്ലിയ പദ്യം മുത്തുനബി തങ്ങളെ മദ്ഹാണല്ലോ, മൗലിദാണല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാനാണോ? എന്താണെന്നറിയുന്നില്ല. വാതിൽ തുറന്നില്ല. രണ്ടാമത് ഉമർ ഖത്താബ് തങ്ങൾ കഥകിന് മുട്ടിയിട്ട് ഇഫ്തഹി ബാബക്, വാതിലൊന്ന് തുറക്കൂ പെണ്ണേ. ഉമ്മാമയോട് വാതിൽ തുറക്കാൻ പറയുന്നു, തുറന്നില്ല. പേടിച്ചിട്ട് തുറന്നില്ല. യൂസുഫ് നബി റഹിമഹുല്ലാഹ് പറയുന്നു, ഉമർ ഖത്താബ് പിന്നീട് പറയുന്നു, ഇഫ്തഹി ബാബക് റഹിമക്കില്ലാ. റഹിമക്കില്ല എന്ന പദം അറബികൾ ഉപയോഗിക്കുന്നത് സന്തോഷത്തോടെ, ഖേദത്തോടെ, നിങ്ങൾക്ക് അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ, വാതിലൊന്ന് തുറക്കൂ. അത് കേട്ടപ്പോൾ ഉമ്മാക്ക് സമാധാനമായി. ഒരിക്കലും ശത്രുതയുടെയോ നടപടിയുടെയോ ക്രമത്തിലല്ല ഉമർ ഖത്താബ് തങ്ങളെ വിളിക്കല്. കഥകങ്ങ് തുറന്നപ്പോ വലിയ ശൂരപരാക്രമിയായ ഉമർ ഖത്താബ് തങ്ങൾ രാജ്യത്തിന്റെ ഭരണം വിരൽ ചുണ്ടിലൂടെ അല്ലെങ്കിൽ ഒരൊറ്റ നോട്ടത്തിൽ ഒരു നിയന്ത്രണത്തിലൂടെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കിസ്ര കൈസറുകളെ ഉറപ്പിച്ച നേതാവ് സയ്യിദുനാ ഉമർ ഖത്താബ് തങ്ങള് വളരെ ഭവ്യതയോടെ, താഴ്മയോടെ ഉമർ ഖത്താബ് തങ്ങൾ ഉമ്മയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് പറയുന്നു, യാ ഉമ്മീ റദ്ദി അലയ്യ കലിമാത്തില്ലത്തി കുന്തി അനിഫാ. ഇപ്പം ചൊല്ലിയ ബൈത്തില്ലേ, ഇപ്പം ചൊല്ലിയ മൗലിദിന്റെ ഈരടികളില്ലേ, ഇപ്പം ചൊല്ലിയ മദ്ഹ് കാവ്യമില്ലേ, അതൊന്ന് മടക്കി ചൊല്ലാമോ? കേൾക്കാൻ പുതിയായിട്ടാണ്. റദ്ദി അലയ്യ കുന്തി റദ്ദി അലയ്യ കലിമാത്തില്ലത്തി കുന്തി അനിഫാ. ഇപ്പം ചൊല്ലിയ ബൈത്തൊന്ന് ചൊല്ലിത്തരുമോ? ഉമ്മ അങ്ങ് ചൊല്ലാൻ തുടങ്ങിയാൽ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈക്കൽ മുസ്തഫൂനൽ ആഖിയാർ ഖദ് കുൻത ഖവാമൻ ബുകിയൽ അസ്ഹാർ യാ ലൈത ശൈരി വൽ മനായാത് വാർ. ആ ബൈത്തിന് ശേഷം ഉമ്മ ഒരു ദുആ അങ്ങ് പാസാക്കുക. മൗലിദിന് ശേഷമുള്ള ദുആ ഇജാബത്തുള്ളതാ. അത് ആലിമീങ്ങളും ഔലിയാക്കന്മാരും പഠിപ്പിച്ചതാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതാ. ഒരു സഹാബി വന്നിട്ട് മുത്തുനബി തങ്ങളെ മദ്ഹ് പറഞ്ഞു സ്വലാത്ത് അങ്ങ് ചൊല്ലിയപ്പോ, അതിനുശേഷം അങ്ങ് ദുആ ചെയ്തപ്പോ വജബത് വജബത് ആ ദുആക്ക് ഉത്തരം കിട്ടിപ്പോയല്ല മോനെ. കാരണം അതിന്റെ കൂടെ സ്വലാത്തുണ്ട്, അതിന്റെ മുമ്പ് സ്വലാത്തുൻ അലാ റസൂലില്ലാ. ഉമർ ഖത്താബ് തങ്ങൾ ഇതിങ്ങനെ കേൾക്കുന്നു. എന്നിട്ട് ആ ബൈത്തിന് ശേഷം ഉമ്മ പാടുകയാ, ഹൽ തജ്മഈനി വൽ ഹബീബി അദ്ദാർ. എന്നെയും എൻ്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗ്ഗത്തിൽ ഒന്ന് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഹബീബായ തങ്ങൾ വഫാത്തായി പോയി. ഒരുപാട് സന്തോഷമായിരുന്നു, കാണാൻ കഴിയുന്നില്ല, മറഞ്ഞുപോയി. എങ്കിലും ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എൻ്റെ വഫാത്തിന് ശേഷവും എൻ്റെ വഫാത്തും എൻ്റെ ഹയാത്തും എല്ലാം എൻ്റെ ഉമ്മത്തിന് ഖൈറായി പടച്ച റബ്ബ് ആക്കി തരുന്നതാ. കണ്ടില്ലേ, നമുക്കൊക്കെ എത്ര വലിയ ഭാഗ്യമാ. മുത്തുനബി തങ്ങളെ സ്വലാത്ത് ചൊല്ലുന്ന ആനന്ദത്തിന്റെ മജ്ലിസ്, സന്തോഷത്തിന്റെ അവസരങ്ങളല്ലേ റബ്ബ് തആല തരുന്നത്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മരണം വരെ ഈ ഒരു അവസരം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. ഈ ദുആ ഹൽ തജ്മഈനി വൽ ഹബീബി അദ്ദാർ എന്ന ദുആ ചെയ്തപ്പോ ഉടനെ ഉമർ ഖത്താബ് തങ്ങൾ, ഉമ്മ ഇങ്ങളാ മുത്തുനബി തങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടണമെന്നല്ലേ ദ്വാരുന്നത്. ഈ സാധുവായ ഉമറിനെ ഒന്ന് പെടുത്തണേ, ഉമറിനും വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. പാതിരാ സമയത്ത് കേട്ട മൗലിദിന്റെ സാസിൽ വെച്ച് ഉമർ ഖത്താബ് തങ്ങൾ ദുആ ചെയ്യിപ്പിക്കുമ്പോ ഉമർ ഖത്താബ് തങ്ങൾക്ക് വേണ്ടി ഉമ്മാദാ ബൈത്തിലൂടെ ദുആ ചെയ്യുന്നു. വ ഉമറുൻ ഫഗ്ഫിർ ലഹു യാ ഗഫാർ. ഞങ്ങളെ കൂടെ ഉമർ ഖത്താബ് തങ്ങളെയും കൂട്ടണേ അല്ലാഹ്. എന്ത് നല്ല ബൈത്താണിത്. ഞാൻ എന്തിനാ പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ്
മദ്ഹ് മാത്രം പാടി ജീവിച്ച എത്ര സ്വഹാബികളുണ്ട്, എത്ര സ്വഹാബിയത്തായ വനിതകളുണ്ട്. മുത്തുനബി തങ്ങൾ ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ഒരു പെണ്ണ് നല്ലോണം മദ്ഹ് പാടുന്നു. ആരാണ് ആ പാടുന്നത്? ഉടനെ പറഞ്ഞു നാബിഗ എന്ന് പറയുന്ന പെണ്ണാണ്, നാബിഗ എന്ന് പറയുന്ന പെണ്ണാണ്. ഉടനെ നബിയെ വിളിച്ചു, നബിയ നീ ഇപ്പോൾ പൈറ്റ് ചൊല്ലിയില്ലേ? അതേ നബിയെ, അങ്ങേ പറ്റിയുള്ള മദ്ഹാൻ, അതേ മൗലിദാൻ. നമ്മുടെ ഭാഷയിലാ പറയുന്നത് മൗലിദാൻ, അല്ലെങ്കിൽ മദ്ഹു റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാൻ. ഉടനെ മുത്തുനബി തങ്ങളുടെ വാക്ക് അജത്തിയ നാബിഗ, അജത്തിയ നാബിഗ, വളരെ നന്നായിട്ടുണ്ട് നാബിഗ. ലാ യഫ്ളുദു ഫൂകി യാ നാബിഗ. അപ്പാടുന്ന കേട്ടോ നിങ്ങള്, ലാ യഫ്ളുദു ഫൂകി യാ നാബിഗ. ആ വായിൽ നിന്നും ആ പല്ല് എനിക്കൊഴിഞ്ഞു പോകൂല നാബിഗ. എന്റെ മദ്ഹ് പാടിയ ആ വായിലുള്ള പല്ല് കൊഴിഞ്ഞു പോകൂല. ചരിത്രകാരന്മാർ പറയുന്ന നാബിഗ എന്ന് പറയുന്ന പെണ്ണ് 120ഓളം വയസ്സ് ജീവിച്ചു. ആ പെണ്ണിന്റെ വായിൽ നിന്നും ഒരു പല്ല് പോലും കൊഴിഞ്ഞു പോയിട്ടില്ല. മുത്തുനബി തങ്ങളെ മദ്ഹ് പാടിയപ്പോൾ ഹബീബായ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തതാ. നോക്ക് നിങ്ങള്, ആഖിറത്തിൽ മുത്തുനബി തങ്ങളെ ശഫാഅത്ത് കൂടുതൽ കിട്ടണമോ? മുത്തുനബി തങ്ങളെ പേരിൽ സ്വലാത്ത് ചെല്ലണം. നിസ്കരിച്ച് നോമ്പോയിട്ട് സക്കാത്ത് കൊടുത്തു പോയോ, എന്നാൽ ആഖിറത്തിൽ തുലാസിന്റെ അടുത്ത് ചെല്ലണം. എന്നിട്ട് അത് തൂക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് പോയാ മതി. നമുക്കതിന് കഴിയൂല. അതല്ലേ നമ്മൾ എല്ലാ ജുമാ ദിവസത്തിലും ഓതുന്നൊരു സൂറത്തില്ലേ, സുബ്ഹാനല്ലാഹ്, അല്ലത്താക്ക് നമ്മൾ ഓതുന്നില്ലേ? ആ സൂറത്തിന്റെ ലാസ്റ്റ് എന്താ? ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഹിസാബ് ഞങ്ങൾ എടുക്കുമെന്നുള്ള ആയത്തോതുമ്പോ ഇമാമ് ചെറുങ്ങനെ ചൊല്ലുന്നത് കേൾക്കാം. അറിവുള്ള മൗമൂമിങ്ങൾ ചൊല്ലും, അല്ലാഹുമ്മ യസ്സിർ ഹിസാബി, എന്റെ ഹിസാബ് എനിക്ക് കഴിയൂല പടച്ചോനെ, ഇഞ്ഞത് എളുപ്പാക്കണേ. വാദഖിൽനൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ല